പറയാൻ പോകുന്നത് മജീഷ്യൻ ദ ഗോഡ്. ദൈവത്തിന് ഞാൻ മജീഷ്യൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മാജിക്ക് കാണിക്കുന്ന ഒരാൾ, അവരെ കാണിക്കുന്ന മാജിക്കാണ് നമ്മൾ കാണുന്നത്. അതിനുള്ളിൽ കാണിക്കുന്ന പ്രോസസ്സ് എന്താണ് എന്ന് നമുക്കറിയത്തില്ല. അത് കാണിച്ചാൽ അതിനൊരു മാജിക് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. സെയിം കൈൻഡ് തന്നെയാണ് ദൈവം തമ്പുരാൻ. അത് നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് പവറാണോ ആ പവർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെ ഇങ്ങനെ ഓരോ പ്രോസസ്സിലേക്കൂടെ കൊണ്ടുവന്ന് ഫൈനൽ ഒരു രൂപമാക്കി മാറ്റുവാണ് അല്ലേ. സോ പക്ഷെ നമ്മൾ ഇപ്പോൾ ആൾക്കാർ പറയും നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണം എന്നില്ലല്ലോ. ശരിയാ, നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണം എന്നില്ല. ചിലത് നമ്മൾ ഇങ്ങനെ ഓടി 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 എത്തി ഫൈനൽ ഇതിലെത്തുമ്പോഴായിരിക്കും മേ ബി ഒരാൾ നമ്മളെ വെട്ടിയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ വീണ് പോകുന്നത്. പക്ഷേ എന്നാൽ പോലും ആ വീണ് പോകുമ്പം അവിടെ നിന്ന് എണീറ്റ് മുമ്പോട്ട് വീണ്ടും ഓടാനുള്ള ആ ഒരു ധൈര്യം തരുന്നത് ദൈവം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പവർ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാവരും ഒന്ന് വീണു പോകും, അല്ലെങ്കിൽ നമ്മൾക്ക് ലാസ്റ്റ് നിമിഷം കിട്ടാതെ വന്ന് നമ്മൾ വിഷമിച്ചേക്കാം, മോഹിക്കുന്ന എല്ലാം കിട്ടണമെന്നില്ലൊക്കെ ഉണ്ട്. പക്ഷെ ഓൾവേസ് ആസ്ക് ഫോർ ദ സ്ട്രെങ്ത് ടു ഓവർകം ഓൾ ദീസ് ബാരിയേഴ്സ്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലേ. കാരണം ചിലത് നമുക്ക് എല്ലാം നടത്തി തന്ന് നമ്മളെ പെട്ടെന്ന് സന്തോഷിപ്പിക്കുകയും ചെയ്യും, ചിലത് നമുക്ക് പെട്ടെന്ന് ഭയങ്കര ദുഃഖം തന്ന് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൂടുതൽ ഉരുക്കുക മനുഷ്യനാക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ ഓരോ തന്ത്രപ്പാടാണ്. ഇറ്റ്സ് ലൈക്ക് എ മാജിക്, ഇറ്റ്സ് എ പ്രോസസ്, റൈറ്റ്? അപ്പം ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ നമുക്ക് കൂടെ ആരും ഇല്ലെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ എല്ലാം നഷ്ടമായി എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇരുന്നാൽ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് പ്രേ. നിങ്ങൾക്ക് അതിനുള്ള ആൻസർ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇത് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന ഒരു കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഏത് സക്സസ് എടുത്ത് നോക്കിയാലും ഒരിക്കലും ഒരു സക്സസ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല. അതുപോലെ തന്നെയാണ് പ്രെയറും. അതായത് നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് ഇന്ന് തന്നെ നമുക്കൊരു ആൻസർ കിട്ടണമെന്നില്ല. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി കുറേ നാളുകളായി പ്രാർത്ഥിച്ച് അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ദൈവം നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് തരും, ഉറപ്പായിട്ടും തരും. ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ബിലീവ് ഇൻ ഹിം. സോ I would say, if I ask for strength, God will give me the difficulties to make me strong. Well, if I ask for wisdom, God gave me problems to solve. If I ask for courage, God gave me dangers to overcome. And if I ask for love, God gave me troubled people to help. അപ്പം നമ്മൾ എന്താണ് ചോദിക്കുന്നത് ഇതിനെല്ലാം ദൈവം തരുന്ന ആൻസേഴ്സ് നമുക്ക് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഒരിക്കലും ദൈവം നമ്മുടെ പ്രേയേഴ്സ് കേട്ടില്ല എന്ന് ഓർക്കണ്ട. നമുക്ക് അതിനുള്ള ആൻസേഴ്സ് എല്ലാം വരുന്നുണ്ട്. ജസ്റ്റ് ഗോ വിത്ത് ദാറ്റ്. ജസ്റ്റ് പ്രേ, ട്രസ്റ്റ് ആൻഡ് വെയിറ്റ്. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വരും. ദാറ്റ്സ് ഇറ്റ്.